നമസ്കാരം. ബീഹാറിലെ പോര് കഴിഞ്ഞു. ഇനി അടുത്തത് ബംഗാൾ. ബി.ജെ.പി. കൃത്യമായി കണക്ക് കൂട്ടുകയാണ്. ബി.ജെ.പിയും എൻ.ഡി.എയും ബീഹാർ എന്തൊക്കെയാണോ ചെയ്തത് അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ് പശ്ചിമ ബംഗാളിൽ. ഇപ്പോൾ തന്നെ മമതാ ബാനർജിയുടെ കാൽനടിയിലെ മണ്ണ് ഇളകി തുടങ്ങിയെന്ന് ബംഗാളിലെ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ എഴുതി തുടങ്ങിയിരിക്കുന്നു. എസ് ഐ ആറിൽ 65 ലക്ഷം വോട്ടുകളാണ് ബീഹാറിൽ വെട്ടിക്കുറച്ചതെങ്കിൽ SIR പശ്ചിമ ബംഗാളിൽ നടപ്പാക്കുമ്പോൾ അസാധു വോട്ടുകൾ, അനധികൃത വോട്ടുകൾ, കള്ള വോട്ടുകൾ ഒഴിവാക്കപ്പെടുമെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. കഴിഞ്ഞ തവണ ബി.ജെ.പി. അവിടെ നേടിയത് 77 സീറ്റാണ്. 215 സീറ്റ് TMCയും നേടി. 292 അംഗ നിയമസഭയാണ് പശ്ചിമ ബംഗാളിലേത്. ഏകദേശം 7.5 കോടിയോളം ആളുകൾ പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിലുണ്ട്. അതിൽ 6 കോടിയോളം ആളുകളാണ് കഴിഞ്ഞ തവണ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. നിങ്ങൾ ഓർക്കുക, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TMC നേടിയത് തൃണമൂൽ കോൺഗ്രസ് നേടിയത് 2,87,37,420 വോട്ട്. 2,87,37,420 വോട്ട്. ആ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പശ്ചിമ ബംഗാളിൽ ആകെ നേടിയത് 2,28,50,710 വോട്ട്. 2,28,50,710 വോട്ട്. ഇരു പാർട്ടികളും തമ്മിൽ കേവലം 60 ലക്ഷം വോട്ടിന്റെ വ്യത്യാസമാണ് പശ്ചിമ ബംഗാളിൽ ആകെ ഉള്ളത്. നിങ്ങൾ ഓർക്കണം, SIR പ്രകാരം പശ്ചിമ ബംഗാളിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യതയുള്ളതെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്ന വോട്ടുകളുടെ എണ്ണം 1.5 കോടിയോളം വരും. 1.5 കോടിയോളം കള്ള വോട്ടുകൾ ചെയ്ത് പശ്ചിമ ബംഗാളിൽ ചെയ്തു. പശ്ചിമ ബംഗാളിൽ 1.5 കോടിയോളം കള്ള വോട്ടുകളുണ്ട്. ആ 1.5 കോടി കള്ള വോട്ടുകൾ പശ്ചിമ ബംഗാളിൽ നിന്ന് മാറ്റുമ്പോൾ ബി.ജെ.പിയും തൃണമൂൽ കോൺഗ്രസ് തമ്മിലുള്ള അന്തരം അവസാനിക്കുക മാത്രമല്ല, ആ കള്ള വോട്ടുകളിൽ വിജയിച്ച തൃണമൂൽ കോൺഗ്രസ് ബി.ജെ.പിക്ക് മുന്നിൽ പരാജയപ്പെടുകയും ചെയ്യും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാൾ ബി.ജെ.പി. പിടിക്കും. അതാണ് നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞത്. ബീഹാറിൽ നിന്ന് ബംഗാൾ വഴി കേരളത്തിലേക്ക്, ബീഹാറിൽ നിന്ന് ബംഗാൾ വഴി കേരളത്തിലേക്ക് വരികയാണ് മോദി തരംഗം. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് കൃത്യമായ കണക്കുകൾ വെച്ച് പറയുന്നതാണ്. കഴിഞ്ഞ തവണ 2021 CPM-നോ കോൺഗ്രസിനോ ഒരു സീറ്റ് കിട്ടിയില്ല. CPM അവിടെ മത്സരിച്ചത് 135 സീറ്റുകളിലാണ്. കോൺഗ്രസ് ആകട്ടെ 91 സീറ്റുകളിൽ മത്സരിച്ചു. ഈ 135 സീറ്റിൽ മത്സരിച്ച CPM-നോ 91 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിനോ ഒരു സീറ്റ്, മരുന്നിന് പേരിനൊരു സീറ്റ് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. അവിടെയാണ് ബി.ജെ.പിയുടെ വളർച്ച. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 3 സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന ബി.ജെ.പി. 2021 ആകുമ്പോഴേക്കും ആ 3-ൽ നിന്ന് 77 തങ്ങളുടെ സീറ്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതായത് എത്രയോ മടങ്ങ് വർധന. ആ വർധനവ് 2026 എത്തുമ്പോൾ സ്വാഭാവികമായും 150+ ആയിരിക്കാൻ സാധ്യതയുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷെ ഇവിടെ ആ ക്രമാനുഗതമായ വളർച്ച മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SIR-ൽ നിന്ന് വെട്ടിമാറ്റപ്പെടുന്ന, SIR മുഖാന്തരം വെട്ടിമാറ്റപ്പെടുന്ന കള്ള വോട്ടുകൾ, അത് പശ്ചിമ ബംഗാളിൽ 1.5 കോടിയോളം വരുമെന്ന് പറയുന്നു. അങ്ങനെ ആ വെട്ടിമാറ്റപ്പെടുന്ന 1.5 കോടി വോട്ടുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നിർബന്ധപൂർവമായി തൃണമൂൽ കോൺഗ്രസിന് വീണതാണ്. അതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം വോട്ടുകളാണ്. അത് മമതാ ബാനർജിയുടെ വിജയം നിശ്ചയിക്കുന്ന വോട്ടുകളാണ്. ആ 1.5 കോടി വോട്ടുകൾ പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറുമ്പോൾ അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ പരാജയം സുനിശ്ചിതമാകും.